രാത്രി 12 മണി കഴിഞ്ഞു. വിജനമായ ആ റോഡിലൂടെ നിങ്ങൾ വണ്ടി ഓടിച്ചു പോവുകയാണ്. ചുറ്റും കനത്ത ഇരുട്ട്. പെട്ടെന്നാണ് റോഡരികിനൊരാൾ കൈ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചത്. വണ്ടി നിർത്തി നോക്കിയപ്പോൾ അത് നിങ്ങളുടെ ഒരു പഴയ സുഹൃത്താണെന്ന് നിങ്ങൾക്ക് തോന്നി. എന്നാൽ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തായിരിക്കില്ല. അവൻ വണ്ടിയിൽ കയറി നിങ്ങളുടെ തൊട്ടുപിന്നിലിരുന്നു. നിങ്ങളോട് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ ശബ്ദത്തിൽ എന്തോ ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നി. ഇടയ്ക്കിടെ ഒരു വിക്കൽ, അല്ലെങ്കിൽ മനുഷ്യരുടേതല്ലാത്ത ഒരുതരം പതർച്ച. നിങ്ങൾ പതുക്കെ വണ്ടിയുടെ സൈഡ് മിററിലേക്ക് നോക്കി. അവിടെയാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടത്. കണ്ണാടിയിൽ അവന്റെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നു. നിങ്ങളുടെ പിന്നിൽ ആരോ ഇരുന്നു സംസാരിക്കുന്നുണ്ട്. പക്ഷേ കണ്ണാടിയിൽ ആ രൂപമില്ല. ഭയം നിങ്ങളെ പൊതിയാൻ തുടങ്ങും. പക്ഷേ ഓർക്കുക, ആ നിമിഷം വണ്ടി നിർത്തരുത്. നിങ്ങൾ വണ്ടി നിർത്തിയാൽ, അല്ലെങ്കിൽ പേടിച്ചു പുറകോട്ടു തിരിഞ്ഞു നോക്കിയാൽ, ആ നിമിഷം നിങ്ങളുടെ അവസാനമായിരിക്കും. അവൻ നിങ്ങളോട് ചോദിക്കും, നിന്റെ വീട്ടിലിപ്പോൾ ആരെല്ലാമുണ്ട്? ഒരിക്കലും മറുപടി പറയരുത്. പകരം റോഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വണ്ടി മുന്നോട്ടോടിക്കുക. ഒടുവിൽ ഒരു വിജനമായ വളവിലെത്തുമ്പോൾ അവൻ പറയും, എനിക്കിവിടെ ഇറങ്ങണം. വണ്ടി നിർത്തിക്കൊടുക്കുക. അവൻ ഇറങ്ങി നടന്നു തുടങ്ങും. പോകുന്ന പോക്കിൽ അവൻ തിരിഞ്ഞു നോക്കാതെ നിങ്ങളോട് പറയും, ലിഫ്റ്റ് തന്നതിന് നന്ദി. നിന്റെ വീട്ടിൽ ഞാൻ ഉടനെ എത്തും. ആ വാചകം കേട്ടാൽ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് വണ്ടി വിട്ടുപോവുക. നേരെ വീട്ടിലേക്ക് പോകരുത്. കാരണം അവൻ നിങ്ങളെ പിന്തുടരുന്നുണ്ടാകാം. ആളുകളുള്ള ഏതെങ്കിലും സ്ഥലത്തെത്തി കുറച്ചുനേരം കാത്തിരുന്നതിനു ശേഷം മാത്രം വീട്ടിലേക്ക് മടങ്ങുക. നിങ്ങൾ രാത്രി പുറത്തുപോകാറുണ്ടോ?